അപ്പൊ ഇതിന് മുന്നേ അമ്മ ഇതേപോലെ എനിക്ക് തന്നു വിട്ടിട്ട് അന്ന് നമ്മള് മണ്ണടിക്കാത്ത ടൈമായിരുന്നു. നമ്മളപ്പളേ അങ്ങനെ ഒരു കാര്യം കിട്ടാ, എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാനിതാ ഇത്രയും പോന്ന ഭയങ്കര വൃത്തിയുള്ള ആളുകൾക്ക് ചിലപ്പോ ഇതിങ്ങനെ പ്ലിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ, വായോട്ടാ. എല്ലാവരോടും ഒരുപാട് സ്നേഹട്ടാ. കാരണം എനിക്ക് പ്രശ്നം വന്നപ്പോ എല്ലാവരും എൻ്റെ കൂടെ നിന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയും നമ്മുടെ ആ സമയത്ത്, അതായത് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ നിന്ന സമയത്ത് ഇടാൻ വിചാരിച്ച വീഡിയോ ആണ് ഇന്നും വരുന്നത് കേട്ടാ. അപ്പൊ ഞാൻ അതിനുശേഷം വീഡിയോകളൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. എന്തായാലും ഇനി ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ തിരിച്ചു വരും. പിന്നെ എന്താ പറയാ, നമ്മുടെ ടർക്കികൾ പോയത് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയാ മാറ്റം എനിക്ക് വരുന്നുണ്ട് കേട്ടാ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നല്ല മഴയാണ്. ഇപ്പൊ എല്ലായിടത്തും നല്ല മഴ തന്നെയല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാട്ടാ, വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ബ്രെഡ് കൊണ്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 3 തരം ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, ആദ്യം ഞാനിതൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ 4 സൈഡ് ഇങ്ങനെ കളയണം കേട്ടോ. അപ്പോൾ 3 ബ്രെഡിൻ്റെയും ഈ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡിനെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് പരത്തി കൊടുക്കാം. ഈ പരത്തിയതിന് ശേഷം നമ്മളിതാ ഇതേപോലത്തെ ഒരു സ്ലൈസ് ഇട്ടാ, ഉപ്പില്ലാത്ത ബട്ടർ സ്ലൈസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കവറിൽ നിന്ന് നമുക്ക് എടുക്കുക, ഇങ്ങനെ കിട്ടും നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട്. ഇതേപോലെ കിട്ടും. ഇത് നമ്മളിതാ ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഞാനിതാ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതാ തൊലി കളഞ്ഞ് ഇതിൽ നിന്ന് ഒരു പീസ് ഇതാ ഇങ്ങനെ മുറിച്ച് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട്, മുകളിലല്ല ഇതിന് അതായത് നമ്മുടെ ഈ സ്ലൈസിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഈ ഒരു സൈഡ് ഇങ്ങനെ അമർത്തി കൊടുക്കുക, അതേപോലെ തന്നെ ഈ സൈഡ് ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ. അതുപോലെ ഇപ്പുറത്തും ഈ സൈഡ് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മുന്നേ ചെയ്ത പോലെ തന്നെ ബ്രെഡ് എടുത്ത് നന്നായിട്ട് ഇങ്ങനെ അമർത്തി തന്നെ പരത്തി കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് മുന്നേ ചെയ്ത പോലെ തന്നെ നമുക്കിതാ ഒരു ബട്ടർ സ്ലൈസ് എടുത്ത് മുകളിൽ വെച്ച് കൊടുത്ത് ഒരു പഴത്തിൻ്റെ കഷ്ണം എടുത്ത് മുന്നേ ചെയ്ത പോലെ തന്നെ എന്താ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഈ സൈഡൊന്ന് അമർത്തി കൊടുക്കുക, ഈ സൈഡൊന്ന് അമർത്തി കൊടുക്കുക, ഇവിടെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ. ഇത് 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ തീ കത്തിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് അടുപ്പാട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം പെട്ടെന്ന് അങ്ങോട്ട് നല്ല തീ ചൂടിലൊന്നും ഇത് വേവിച്ചെടുക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ പാൻ ചൂടായി വന്നപ്പോൾ നോക്കി ഞാൻ അതിൽ ബട്ടറായിട്ട് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഈ ബട്ടർ ഒന്ന് അലിഞ്ഞ് കിട്ടട്ടെ. ബട്ടറൊക്കെ ഒന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാ ഇത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ അധികം കൂട്ടി വെച്ചിട്ട് ആക്കരിക്കും കേട്ടോ. ഇനി നമുക്കതിലേക്ക് നോക്കിയേ കുറച്ചും കൂടി ബട്ടറും കൂടി നീക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമുക്കിത് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സൈഡിലേക്കും ബട്ടർ വരാൻ വേണ്ടിയിട്ടായിട്ട് ഒരു കഷ്ണം കൂടി ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതാ ഒന്ന് മറിച്ചിടാം.
ബട്ടറുള്ള സ്ഥലത്തേക്ക് ആക്കിയിട്ട് ഒന്ന് മറിച്ചിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ നീക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് മിക്ക ബട്ടറായുള്ളൂ. അതേപോലെ ഇതാ ഇത് കണ്ട, ഈ ബട്ടറുള്ള ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നീക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തോളൂ കേട്ടോ. 4 സൈഡ് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ കണ്ട, ഈ സൈഡും അങ്ങനെ തന്നെ. എല്ലാത്തിൻ്റെയും സൈഡുകൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കാട്ടെ നമുക്ക്. കണ്ട, അപ്പോൾ നോക്കിയാൽ ഈ ഒരു സൈഡും കണ്ട. അതേപോലെ ഇനി ഈ സൈഡ് ഇങ്ങനെ വെച്ചൊന്ന് അമർത്തി കഴിഞ്ഞാൽ ആ സൈഡായാലും കണ്ട നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതാ ഒരാളത് അതിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ആയാലും ഈ ഒരു സൈഡ് ഇങ്ങനെ അമർത്തി കൊടുക്കുക. പിന്നെ തിരിച്ച് ഈ സൈഡ് അമർത്തുക. അപ്പോൾ നോക്കിയേ സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും നമുക്ക്. ഇതാ ഇതെടുക്കാം. ഇനി അതേപോലെ തന്നെ ഇതും. പിന്നെ 4 സൈഡും ഓരോ പോലെ നോക്കി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഈ ഒരു സൈഡായാലും കാണുമ്പോൾ കണ്ട, ഈ സൈഡ് കാണുമ്പോഴേലും കണ്ട ഭയങ്കര ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബ്രെഡും പഴം കൊണ്ടുള്ള ഒരു സ്നാക്സ് ഇതാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇങ്ങോട്ട് നീക്കി വെക്കാട്ടെ, ഞാനിവിടെ സ്ഥലമില്ലാത്ത തന്നെ. അടുത്തത് നമ്മൾ ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു കാർക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയേ ഈ ബ്രെഡിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ ഇങ്ങനെ നമുക്ക് എടുക്കാൻ കിട്ടും. അപ്പം ഞാൻ 3 എണ്ണമാണ് നമ്മൾ ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ബ്രെഡും ഞാൻ ഇതേപോലെ തന്നെ ആക്കിയെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതാ തീ കത്തിക്കാം. അപ്പോൾ ഞാൻ മുന്നേ നമ്മൾ ബ്രെഡും പഴം കൂടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാലും അതേ സെയിം പാനിൽ തന്നെയായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിക്കോട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നോക്കിയാൽ തരി ബട്ടർ തന്നെയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇട്ടതാ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിതാ നമ്മുടെ ബ്രെഡ് വെച്ചു. എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് ചെയ്യണത് കോഴിമുട്ടയാട്ടാ. അത് നമ്മളിതാ പൊട്ടിച്ച് വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നോക്കി നമ്മൾ ഇത്തിരി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കണത്. അപ്പോൾ അതിതാ നൈസായിട്ട് ഇത്തിരി ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. തീ കുറവിൽ വെച്ചോളൂ കേട്ടോ ഈ സമയത്തൊക്കെ. പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും പൊടിയാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കി വെച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അമർത്തി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്കിതാ വീണ്ടും ബ്രെഡ് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇത്തിരി ബട്ടർ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതാ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചട്ടകം കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്കിത് മറിച്ചിടാം കേട്ടോ. ഉണ്ണികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവരെ വയറ്റിലേക്ക് നോക്കി ഒരു മുട്ടയും ചെന്നു, അത്യാവശ്യം വേണ്ട വിറ്റാമിൻസും ചെന്നു. ക്യാരറ്റും അതുപോലെ സബോളയും ചെറുതായിട്ട് കുരുമുളക് പൊടിയും ഒക്കെ കൂടി ചെല്ലുമ്പോൾ കുട്ടികൾക്ക് അതിൽ നല്ലത് തന്നെ ശരീരത്തിലേക്ക് കിട്ടുക. നല്ലൊരു സ്നാക്സാണ് അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. ആ സൈഡ് നന്നായിട്ടൊന്ന് നമുക്ക് ഇതേപോലത്തെ ഒരു കളറാവണം അവരാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ടാവും, നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡൊന്ന് എടുത്ത് നോക്കാം. നമുക്ക് ഇതാ കണ്ട കളറൊക്കെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിയേ, കാണാനായാലും എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ 2 കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ബ്രെഡ് ഉണ്ടാക്കൽ കഴിഞ്ഞ് ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിത് അതിലേക്ക് എടുത്തിടാം. അപ്പോൾ നമ്മളിങ്ങനെ ബ്രെഡ് മുട്ട ഉണ്ടാക്കുമ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ട, ഈ ഒരു സൈഡ് കാണുമ്പോൾ നമുക്ക് മുട്ട കാണാം, ഈ ഒരു സൈഡ് കാണുമ്പോൾ നമ്മുടെ സാധാരണ ബ്രെഡിൻ്റെ പോലെ വെറുതെ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുത്താൽ പോലെ. ഇതാണ് കേട്ടോ നമ്മുടെ മുട്ടയും ബ്രെഡിൻ്റെയും ആ ഒരു വ്യത്യാസം. കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ, ഉണ്ണികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ 2 തരം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ 3ാമത് ഉണ്ടാക്കണ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് എന്ന് പറയുന്നത് ഇതാ 3 ബ്രെഡ് വെച്ചിട്ടാട്ടോ ഇനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ബ്രെഡ് എടുത്തു. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ബ്രെഡിൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ ഇങ്ങനെ ബട്ടർ തേച്ച് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ സിറപ്പാണ്. അപ്പോൾ നമുക്കിതാ ക്രീമില്ലേ ചോക്ലേറ്റിൻ്റെ അതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്തൊരു ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബട്ടർ തേച്ച ഭാഗം മുകളിലായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ക്രീം അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചോക്ലേറ്റിൻ്റെ ചിപ്സ് നമ്മൾ മുന്നോട്ട് കൊടുത്തില്ല അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്തൊരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഇതുമതാ ബട്ടർ ഇങ്ങനെ എല്ലായിടത്തേക്കും ആവേണ്ട പോലെ തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബട്ടർ ഇങ്ങനെ വീണ്ടാക്കി കൊടുക്കുക. അപ്പം ഇതേപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടി ഇങ്ങനെ തന്നെ ആക്കി വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിങ്ങോട്ട് നീങ്ങിയിരിക്കട്ടെ. ഇതേപോലെ തന്നെ അടുത്തും ചെയ്തെടുക്കട്ടെ. അപ്പോൾ നോക്കിയാൽ മുന്നേ ബ്രെഡ് ചെയ്ത പോലെ തന്നെ ഇത് 2 എണ്ണമാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതാ തീ കത്തിക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ചെറിയ ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയാൽ നമ്മളതിലേക്ക് ഇതാ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് അലിഞ്ഞോട്ടെ കേട്ടോ. ബട്ടർ അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ബ്രെഡ് വെച്ച് കൊടുക്കണം. തീ കുറവിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് മറിച്ചിടാം കേട്ടോ. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം.
നോക്കി താഴെയുള്ള ബ്രെഡൊക്കെ നോക്കി ഇതേപോലെ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് ഞാൻ തീ കത്തിച്ചിട്ട് തീ ഏറ്റവും കുറവിൽ വെച്ചിട്ട് ഒരു ടീസ്പൂൺ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിങ്ങനെ ചൂടാവട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കാം. പാലൊക്കെ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ ബ്രെഡ് മിക്ക ആവേണ്ട പോലെ തന്നെ ഇങ്ങനെ ആക്കി കൊടുത്തോളൂ കേട്ടോ. പുറത്തുള്ള പാലൊക്കെ ബ്രെഡ് വലിച്ചെടുക്കണം. ഏതാണ്ട് ഒരു 1/2 ഗ്ലാസിൻ്റെ അവിടേക്കാണ് നമ്മൾ പാലിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇത് 3 വട്ടമായിട്ട് നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തോളൂ. അല്ല തീ കുറവിൽ തന്നെ വെച്ച് ചെയ്തോളൂ. ഈ പാലൊക്കെ ഈ ബ്രെഡും ഇങ്ങനെ വലിച്ചെടുക്കണം. 2 എണ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കാം കേട്ടോ. ഒന്ന് ഡ്രൈ ആയി കിട്ടട്ടെ. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം കേട്ടോ. അപ്പോൾ മറിച്ചിടുമ്പോൾ കയ്യിലൊക്കെ ഇത്തിരി കനം കുറവുള്ള ചട്ടക ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോഴാണ് മറിച്ചിടാൻ എളുപ്പം. മറിച്ചിട്ടതിന് ശേഷം നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നല്ലൊരു ഗോൾഡൻ കളറായിട്ടായിട്ട് ഇരിക്കുക. നല്ല ഡാർക്ക് ഗോൾഡൻ. അതിന് മുകളിലായിട്ട് നമ്മളിതാ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ ടീസ്പൂൺ ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് നല്ല ചൂടിലാണ് ഇരിക്കുക. അതിതാ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മൾ പഞ്ചസാരയൊക്കെ ബ്രെഡും ഇങ്ങനെ പിടിക്കേണ്ട രീതിയിൽ നന്നായി അമർത്തി കൊടുത്തോളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ടാ. 2 സൈഡ് 4 സൈഡ് ഇങ്ങനെ ഒന്ന് കയ്യിലുകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നമ്മൾ മുന്നേ ബ്രെഡ് എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ നല്ല ചതുരനായിട്ട് കിട്ടും. അപ്പോൾ ഈ ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അയ്യോ നമ്മുടെ ഇതിൽ വെക്കാൻ പറ്റില്ല. വേറൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരെണ്ണം കൂടി ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ആക്കി എടുക്കട്ടെ കേട്ടോ. ഫസ്റ്റ് തന്നെ കുറച്ച് ബട്ടർ ആക്കി കൊടുക്കുക. ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ബട്ടർ നന്നായിട്ട് ഉരുകി വന്നു. മുന്നേ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പം നോക്കിയേ നമ്മുടെ രണ്ടാമത്തെ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഈ 3 തരത്തിലുള്ള ബ്രെഡും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണതാട്ടോ. അതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഉണ്ണികൾക്കൊക്കെ നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള 3 തരം ബ്രെഡായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടത്. അതേപോലെ പഴം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ വെറുതെ ഒന്ന് മുറിച്ച് കാട്ടിത്തരാം കേട്ടോ. ഓക്കെ, ഇതായാലും ഭയങ്കര ടേസ്റ്റായിട്ട് ഇപ്പം ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായറ്റിനെ വിളിച്ചിട്ട് പറ്റാം കേട്ടോ. കുറെ തരങ്ങളാട്ടാ നോക്കിയേ. ഏതെടുക്കണ്ട ഞാൻ ആദ്യം ബ്രെഡ് എടുത്തു ഷായിട്ട്. അടിപൊളി. അഡ്രസ് തന്നെയാ. ഒരു കേക്ക് കഴിക്കുന്ന മാതിരി ഉണ്ട് ഈ ചോക്ലേറ്റിൻ്റെ കീഴിലായിരുന്നു. ശരിയാ അല്ലേ? പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇനി ഇത് നോക്കട്ടെ.
ഒക്കെ രസം ചേട്ടാ. പിള്ളേർ പിടയ്ക്കത് കിട്ടിയിട്ടിങ്ങനെ അടിപൊളി സാധനം. ഇനി അത് ഇതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് നോക്കാം. ഓക്കെ, അടിപൊളിയല്ല. കാണുമ്പോഴേ നോക്കി ഇങ്ങനെ പിടിക്കാല്ലേ. ഇത് വേറൊരു രുചിയാട്ടാ. ഈ സവാളയും കാരറ്റിൻ്റെയും ഒക്കെ കൂടി ഉണ്ടല്ലോ, മുട്ടരിയും കൂടിയിട്ട്. ഇതിലേതാ നല്ലത് നോക്കിയേ. മൂന്നും വ്യത്യസ്ത ഇതുള്ളതാട്ടാ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് ഏറ്റവും ഇഷ്ടാവും ചെയ്യും. ഞാനുണ്ടല്ലോ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോവാട്ടാ. അപ്പോൾ അതായത് ഞാൻ അമ്മോടൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചത് വലിയൊരു ആഗ്രഹമായിട്ടാണ്. അതായത് എനിക്ക് ചക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോന്നുന്നു സ്മിതയ്ക്ക് വീട്ടിലൂടെ കുറേ ചക്ക ഉണ്ടല്ലോ എന്ന്. പക്ഷെ അങ്ങനത്തെ ചക്കയല്ല, പഴച്ചക്ക. അപ്പോൾ അതെനിക്ക് എപ്പോഴും വീട്ടിൽ നിന്നാണ് അമ്മ തരാറ്. അപ്പോൾ ഈ പ്രാവശ്യം അമ്മോട് ചോദിച്ചപ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന ആ വീട്ടിലത്തെ ആ പ്ലാവ് മുറിച്ച് കളഞ്ഞു. എങ്കിലും പാവ അമ്മ എവിടുന്നോ ചക്ക സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അമ്മയുടെ അടുത്തേക്ക് പോകാൻ കഴിയോട്ടാ. അപ്പം ഞാനുണ്ടല്ലോ അതാ വീട്ടിലെത്തിയിട്ടാ. അപ്പം അമ്മേനെ കണ്ടിട്ടും കുറേ നാളെയില്ലേ. പിന്നെ ചേട്ടൻ്റെ മോൻ തക്കുടു. അപ്പോൾ എന്താ പറയുക, അമ്മ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒഴിവ് കുറവ് പറയണേ ഞാൻ ചക്ക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം പാഞ്ഞെത്തി. എവിടുന്ന് അപ്പം അമ്മയ്ക്ക് എവിടുന്ന് കിട്ടിയ ചക്ക? ചേട്ടൻ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടാ. എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കും. ഇപ്പം അമ്മ സംഘടിപ്പിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അത് ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഇവിടെ നിന്ന് കുറച്ചൊക്കെ അങ്ങോട്ട് പോകണം. ഞാൻ അറിയും, മറ്റേ നമ്മുടെ ജമന്തേശ്വരി വീട്ടിൽ നിന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ നിന്നായിട്ട് നമുക്ക് ചക്ക കിട്ടിയത്. അപ്പോൾ പഴച്ചക്കയും ഉണ്ട്. പിന്നെ ചേട്ടൻ മറ്റേ എന്തിട്ട് ചക്ക എന്ന് പറയാൻ അതിനെ വരിക്കച്ചക്ക. എനിക്ക് ആ പേര് കിട്ടില്ല. അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും കൂടിയിട്ട് അത് ഇവിടുത്തെ ചേട്ടൻ ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഒത്തിരി കൂടി നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. അപ്പോൾ അതും നമ്മൾ കൊണ്ടുപോട്ടാ. അപ്പോൾ ഇനി ഞങ്ങൾ ചായക്കും കുടിച്ചേ ഇത്തിരി നേരം അമ്മേരെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടാ. ചക്കുടു അമ്മയ്ക്കുള്ള ചായ എടുത്തേ. ചക്കുണ്ട് നാണാവുണ്ട് അത് പറയുമ്പോൾ. നമ്മുടെ തക്കുടുവിൻ്റെ പുതിയ ഫിഷ് ടാങ്ക് കേട്ടാ. നോക്കിയേ, തക്കുടിലത്തെ മീനുകളുടെ പേരറിയോ? പേരറിയില്ല അല്ല തക്കുടനെ. നല്ല ഭംഗിയുള്ള മീനുകളായിട്ട് തക്കുട്. നല്ല ഭംഗിൻ്റെയാണ്, നല്ല രസമുണ്ട്. നല്ല കിളിപ്പച്ച, അതേപോലെ നല്ലൊരു ഓറഞ്ച്. എനിക്ക് ആ പള്ളത്തീര പോലത്തെയുള്ള മീനില്ലേ ചേട്ടാ, ആ പിങ്ക് തക്കുടു അങ്ങനത്തെ മീനായിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായത്. ആ പിങ്കിന് യെല്ലോനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ തക്കുടു. സൂപ്പറായിട്ട് തക്കുടുണ്ട് ഫിഷ് ടാങ്ക്. ആരത് ക്ലീൻ ചെയ്യാ? ആരെ ക്ലീൻ ചെയ്യാ? ഫിൽറ്റർ വെച്ചാൽ അങ്ങനെ ക്ലീൻ ചെയ്യണ്ടോ അല്ലേ? മാറ്റി തരും അല്ലേ? നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. അയ്യോ അമ്മേ, മറ്റേ നമ്മുടെ കുരുമുളകിൻ്റെ വള്ളി നമുക്ക് അവിടെ നടാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീളമാണ്, നന്നായിട്ട് ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇതിന് മുന്നേ അമ്മ ഇതേപോലെ എനിക്ക് തന്നു വിട്ടിട്ട് അന്ന് നമ്മൾ മണ്ണടിക്കാത്ത ടൈമായിരുന്നു. അപ്പോൾ അതൊന്നും ശരിക്കും ഉണ്ടായില്ല. ഈ പ്രാവശ്യം എന്തെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മുടെ മാവമ്മയ്ക്ക് ഒന്ന് കയറ്റി കൊടുക്കണം. പിടിക്കണം അമ്മ. ഇത് ഇത്ര മതിയല്ലേ? ഇത് മതി അമ്മ, ഇത് മതിയില്ലേ? ഇതിൻ്റെ തണ്ടുകൾ ഇനി ഈ വേരുള്ള ഭാഗല്ലേ വെക്കുക? ഇത് മതിയല്ലേ? ഇത് മതി, ഇത് മതി. അത് നമ്മുടെ കുരുമുളകിൻ്റെ വള്ളി മതി അമ്മ, മതി. ഇത് മതി അമ്മ. കാരണം നമ്മുടെ ഞാൻ മാവുമ്മ കയറ്റി വിടാന്ന് വിചാരിച്ചോണേ. കവുമ്മ ആവുമ്പളേ വീണ്ടും വല്ല പാമ്പുകൾ അവിടെ കാട് കുത്തിയിട്ട് വീടിൻ്റെ ചുറ്റും വെക്കണില്ല. അവിടുത്തെ പറമ്പിലേക്ക് കൊണ്ടുവയ്ക്കാം. ഷുഗറിൻ്റെ ചെടി കൊണ്ടുവന്ന ഷുഗറിൻ്റെയാ? അത് ഞാൻ ലേമരടക്ക് പോകുമ്പോഴാ അങ്ങനെ അങ്ങ് ചോദിച്ചിട്ട് മതി. എനിക്കത് ഓർമ്മയില്ല. ഷുഗർ അത് എന്നിട്ട് ചെയ്യാനല്ല കുളിക്കണതല്ലേ? ഷുഗറിനൊക്കെ കഴിക്കണവർക്കല്ലേ? ഉണ്ടല്ലേ അമ്മ? ഇവിടെ ഷുഗറൊക്കെ ഉള്ളവർക്കുള്ള ഒരു സൈസ് ചെടിയുണ്ട്. അതിൻ്റെ എല്ലാ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും. അപ്പോൾ ആ ഒരു ചെടി പിന്നെ ഒരു ദിവസം നമുക്ക് വീഡിയോയിലൊക്കെ ഞാൻ കാട്ടി തരാം കേട്ടോ. പക്ഷെ അത് പറിക്കണമെങ്കിൽ ടെറസിൻ്റെ മുകളിലല്ലേ? അപ്പോൾ വേണ്ടല്ലെങ്കിൽ കാര്യം എന്താണെന്നറിയോ, ഇന്നിപ്പോൾ ഇത് നട്ട് ഒക്കെ വരുമ്പോഴേ അപ്പോൾ നമ്മുടെ ചക്ക നമ്മൾ വണ്ടിയിൽ കയറ്റിൽ കഴിഞ്ഞിട്ട് അതെ ഇതാണ് വരിക്ക ചക്ക. എനിക്ക് അതിൻ്റെ പേര് എപ്പോഴും. പിന്നെ നമ്മുടെ
പഴച്ചക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വന്നത്. പക്ഷേ ഈ വരിക്കച്ചക്കയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. പുറത്ത് നല്ല കനം കുറവുള്ള ചോളയല്ല. അമ്മ അന്ന് തന്ന് വിട്ടത് സുനിയുടെ കയ്യിൽ, അനിയൻ്റെ കയ്യിൽ ഒരു വട്ടം അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല കനം കുറഞ്ഞ നല്ല ചക്കയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പം പഴയ പോലെ അല്ല കേട്ടോ. അമ്മയ്ക്ക് ഇപ്പം തണവയ്ക്കാകുമ്പോൾ അമ്മയ്ക്ക് ശ്വാസം മുട്ടുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക് വർത്താനം പറയുമ്പോൾ. പിന്നെ തക്കുടൊക്കെ എല്ലാം അമ്മ അച്ഛന്മാരുടെ അടുത്തുള്ളത്. അച്ഛന്മാർ നന്നായി നോക്കണം കുട്ടികളവർ. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. തക്കുടു അമ്മ ഞാൻ പോട്ടെ. പോട്ടെ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. എന്തായാലും നിൽക്കാൻ പറ്റില്ലെന്ന് അറിയാം. അമ്മക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങളായി വീട്ടിൽ വന്ന് നിന്നിട്ടല്ലേ. എത്ര കൊല്ലങ്ങളായി തീരെ നിൽക്കലില്ല. ഇപ്പം ലാസ്റ്റ് അച്ഛൻ്റെ ഒക്കെ ആവശ്യമായപ്പോഴാണ് ആ സമയത്ത് നിന്ന് നോക്കണേ. അപ്പോൾ കാരണം അമ്മയ്ക്ക് മോള് നിൽക്കുക 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയാം മോള് എന്തായാലും നിൽക്കാൻ പോകണില്ല എന്ന്. നമുക്ക് നിൽക്കാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ. അല്ലേ തക്കുടുക? അമ്മായി നിൽക്കലില്ല അല്ലേ? തക്കുടിൻ്റെ അടുത്തേക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോവും. പോട്ടെ അമ്മയ്യപ്പ. തെറ്റാ ശരിട്ടമ്മ. നമ്മുടെ പഴച്ചക്ക തിന്നിട്ടാവാന്ന് വെച്ചിട്ടാണ് നമ്മുടെ കുരുമുളക് വള്ളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ വീട്ടിൽ നിന്ന്. അത് നടാൻ പോവല്ലേ. അപ്പോൾ പഴച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പകുതി മുറിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചക്കയാണിത്. നല്ല യെല്ലോ കളറായിരിക്കും കണ്ടാ. നല്ല മഞ്ഞ കളറ് കണ്ടാ. ചക്ക മുളഞ്ഞ അല്ലേ. ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഗസ്റ്റുകൾക്ക് എന്താ പറയുക വിരുന്നുകാർക്കും ഒന്നും ഉണ്ടല്ലോ നമുക്ക് പറിച്ചു കൊടുക്കാൻ പറ്റില്ല. ഷൈട്ടാ ഇഷ്ടപ്പെടില്ല. തന്നെ തന്നെയാണോ നമ്മള് ഇതിൻ്റെ കൂഞ്ഞില്ലേ ഇതിങ്ങനെ പറിച്ചെടുക്കാം. കണ്ട കത്തി കൊണ്ട് എന്താ പറയുക ചെത്തല്ല ചെയ്യാം. ഇങ്ങനെ കണ്ട ഇതേപോലെ ഇങ്ങനെ പറിച്ചെടുക്കും കൈ കൊണ്ട്. ആകെ പറഞ്ഞു തോന്നുന്നു എന്താ ഒട്ടപ്പഴിക്കും. ഇതേ നമുക്ക് ഇങ്ങനെ വായിലിട്ട് നൂല് പോലെയാ. ഒരു ചോള ഫുള്ളിട്ടിട്ട് ഇങ്ങനെ കഴിക്കേണ്ടി വരും. കുരു തന്നെ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പഴച്ചക്ക. മറ്റേ ചക്ക നല്ല ഇഷ്ടമാണ്. പഴച്ചക്ക എങ്ങനെയാലും ഒരു കൊല്ലത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. അമ്മേനേട്ട തരാറ്. പിന്നെ ഇങ്ങനെ കയ്യിൽ നിന്ന് വഴിക്ക് പോണ പോലെയാ. പിള്ളേർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടാവില്ല ഇങ്ങനെ വഴിക്ക് പോണ കാരണം. ഒരു നൂല് പോലെയാണ് ഇങ്ങനെ വരും ലക്ഷമായിട്ടാ. അതുമാതിരി ഈ കുരുവിൻ്റെ ഒക്കെ പോളയില്ലേ അതുവരെ വാരിക്ക് പോകും. അപ്പോൾ ആരെങ്കിലും പഴച്ചൊക്കെ കഴിച്ചിട്ടുണ്ടോ നമ്മുടെ വീഡിയോ കാണലേല്? ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ കേട്ടാ. ചോള എന്ന് പറഞ്ഞാൽ ഇതേക്ക് അതിങ്ങനെ ഇത വരല്ലോ. അതിങ്ങനെ ഭയങ്കര വൃത്തിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിങ്ങനെ പ്ലിങ് പ്ലിങ് ഇരിക്കുമ്പോഴൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെ പ്രത്യേകത ഉണ്ട് ഇല്ലേ ചേട്ടാ? കഴിക്കാൻ രസാ എന്തായാലും. ഞങ്ങളിതൊന്നും അവസാനിപ്പിക്കാം. നമ്മളപ്പളേ നമ്മുടെ കുരുമുളക് വള്ളിക്കും കൊണ്ട് നമ്മുടെ ഈ പറമ്പിലാണ് നടന്നത്. അപ്പൊ ഇങ്ങോട്ട് പോന്നു കേട്ടാ. നമ്മുടെ ഈ കുരുമുളക് വള്ളി നടുമ്പളേ എപ്പോഴും ഇതിന്റെ ഈ വേര് ഭാഗം ഉണ്ടല്ലോ ഇത് മണ്ണിലേക്ക് നിക്കണ രീതിയിൽ നട്ടുകൊടുക്കാട്ടാ. അപ്പൊ ഞാനിതാ ഇത്രയും പോന്ന ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് വേര് പിടിക്കും. പിന്നെ നമ്മുടെ വീട്ടിലെ കുരുമുളക് വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ സുഖാട്ടാ. അതുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ വേരൊക്കെ പിടിച്ച് മുളച്ച് വരുന്ന രീതി അത് ഞാൻ വേറെ കാട്ടിത്തരുന്നുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട്. ഇതിപ്പോ ഞാൻ ഇങ്ങനെയാണ് നടന്നത്. ഇങ്ങനെ ഇതേപോലത്തെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുക്കും ആദ്യം. അപ്പൊ ഞാൻ നമ്മുടെ ഈ മാവുമ്മയാണ് കയറ്റി കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഒരു വള്ളി എടുത്തു കഴിഞ്ഞാ
ഇങ്ങനെ ആക്കിയിട്ട് ഈ വേരുവശം അടിയിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിതാ ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ മണ്ണിടും. അപ്പൊ തന്നെ അത് വേര് പിടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ മുള വരൂട്ടാ. വേരുഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇപ്പൊ ഇതിന്റെ കടക്കിൽ ഒരു 4 വള്ളി നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട്. ചാർലി അതെ അവനക്ക് എടുക്കാൻ കണ്ട സ്ഥലം നോക്കി. ചാർലിക്ക് കിടക്ക് നോക്കിയേ. എന്റെ ആ കുരുമുളക് വള്ളിയിൽ വന്ന് കിടുന്നത്. നല്ല സുഖമുണ്ട് അതിൽ കിടക്കാനായിട്ട് നിനക്ക്. അപ്പൊ ഈ മാവിന്റെ ചുറ്റുള്ള നട്ടുകൊടുത്തു. അപ്പൊ ഞാനിത് ഇതേപോലെ നട്ടിട്ട് എന്താ പറയാ ഇത് മുകളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. പിന്നെ നമ്മള് ഇതിന് മുന്നേ തന്നെ നമ്മുടെ പുതിനയില വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ പൊടിച്ച് നിൽക്കുന്നത് കൂടി കാട്ടിത്തരാം. എന്നിട്ട് ഞാൻ പിന്നെ ഈ ബാക്കിയുള്ളതൊക്കെ നട്ടു കൊടുക്കണുള്ളൂ കേട്ടാ. വായോട്ടാ. ഈ പുതിന നമ്മൾ വെച്ചുകൊടുക്കുമ്പോ നമ്മൾ ഇതേപോലെയാണ്. നമ്മളിപ്പോ നമ്മുടെ കുരുമുളകിന്റെ വള്ളി വെച്ചു കൊടുക്കുന്നത് കാട്ടി തന്നില്ലേ ഞാൻ. ആ വേര് ഭാഗം അതേപോലെ തന്നെ ഇതിനോരൊക്കെയുള്ള ഭാഗം നോക്കിയിട്ട് നമ്മളിങ്ങനെ നല്ല നീളമുള്ള തണ്ട്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. അതിൽ ഞാൻ തോന്നിട്ട് കാട്ടി നോക്കണം ഞാന്. അപ്പൊ അത് ഇതേപോലെ ഇങ്ങനെ കെടുത്തി വെച്ച് അതിന്റെ ഓരോ എക്കിലും ഇതേപോലത്തെ ഓരോ എക്കിലും മണ്ണിട്ട് കൊടുത്തിട്ടാണ് ഇപ്പൊ ഇവർ ഇതേപോലെ പൊടിച്ച് എല്ലാവരും വളർന്നു വന്നിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇതേപോലെ തന്നെയായിരിക്കും ആ കുരുമുളകിന്റെ ആയാലും ആ വേരുള്ള ഭാഗത്ത് നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് മുളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേര് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖാണ്. അപ്പൊ ഇനി നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുരുമുളക് വള്ളിയൊക്കെ വെച്ച് ബാക്കിയുള്ള കുറച്ച് മാവുകളൊക്കെ ഉണ്ട് അതിന്റെ കടക്കിലൊക്കെ വെച്ച് കൊടുക്കട്ടെ കേട്ടാ. നമ്മുടെ വഴുതനങ്ങ കേട്ടാ. ഇപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ പറമ്പില് ഇപ്പൊ നമുക്ക് എപ്പോഴും പൊട്ടിയാൻ കിട്ടുന്നത് നമ്മുടെ വഴുതനങ്ങ, കൊള്ളി ഇങ്ങനെയുള്ളതാണ് നമുക്ക് ദിവസം എന്ന് പറയണ പോലെ ഇപ്പൊ പൊട്ടിക്കാനായിട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക് ആയി തുടങ്ങിയിട്ടുള്ളൂ. മഴയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കിട്ടാനായിട്ട് ഇത്തിരി സമയം പിടിക്കുന്നത് കേട്ടാ. വഴുതനങ്ങ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വഴുതനങ്ങ പൊട്ടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. കാരണം ചെറിയ തയ്യായാലും കണ്ട ഞാൻ അന്നേ പറഞ്ഞു പൊട്ടിക്കുമ്പോ ഇത് നമുക്ക് എന്താ പറയാ ആഴ്ചയിൽ തന്നെ 2-3 പ്രാവശ്യം വന്ന് പൊട്ടിക്കാനുള്ളത് കിട്ടുന്നുള്ളത്. ഇതൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ഇനി നമുക്കിപ്പോ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിക്കാം. ഈ കടയമെത്തിയും അതേപോലെ ആ കടയമ്മ നിൽക്കുന്നതും അങ്ങനെ വഴുതനങ്ങ നമുക്ക് തോന്നുന്നു നമുക്ക് വീട്ടില് വെച്ചിട്ടുണ്ടെങ്കിലേ ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് നന്നായിട്ട് കറി വെക്കാനുള്ളത് നമുക്ക് ആകെ ഒരു 4-5 കട വഴുതനങ്ങ ഉണ്ടായാൽ മതി. ഇപ്പൊ നമ്മൾ അത്രയും വഴുതനങ്ങ നട്ടുകൊടുത്തിട്ടുള്ളൂ. ആകെ ഒരു 8 കട വഴുതനങ്ങയാണ് നട്ടുകൊടുത്തിട്ടുള്ളത്. ഇത് മറ്റൊന്നും നമുക്ക് ഇപ്പൊ അറിയണ്ട. ഇതൊരാളെ പൊട്ടിച്ചെടുക്കാം. കണ്ട ഇനിയിപ്പോ ഞാനൊരു ഈ ആഴ്ചയിൽ തന്നെ ഒരു വട്ടം കൊണ്ട് വന്ന് വീണ്ടും അരിഞ്ഞെടുക്കൂട്ടാ. പിന്നെ നമുക്ക് പപ്പായ പൊട്ടിക്കാണ്ട്. നമ്മുടെ ഈ പപ്പായനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളതല്ലേ. നമുക്കറിയാം ഇവിടെ നിന്നായിരിക്കുമ്പോ തൊട്ട് പപ്പായ പൊട്ടിച്ചു തുടങ്ങിയതാ. ഓരോക്കെ പൊട്ടിച്ച് നോക്കി ഇത്രയായിട്ടാ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പപ്പായനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നോക്കിയേ ഇത്രയുള്ളൂ ഇതിന്റെ തടി. ഈ ഒരു തടിയാണ് ആള് ഇവിടുന്ന് തൊട്ട് തന്നെ നമുക്ക് ഇങ്ങനെ വലിയ വലിയ പപ്പായകൾ ഇങ്ങനെ ഉണ്ടായി കിട്ടിയിരുന്നത്. എപ്പോ പറമ്പിൽ വന്ന് പോവാ അയാള് നമ്മൾ ഇതുപോലെ ഒരു പപ്പായ പൊട്ടിക്കാണ്ട് വീട്ടിൽ പോവില്ല കേട്ടാ. അപ്പൊ ഇതാ ഒരാളെ നമുക്കിത് പൊട്ടിച്ചെടുക്കാം. കൂടുതൽ പഴുപ്പിക്കാൻ നിർത്തിയില്ല. ഈ ഒരു പ്രായത്തിൽ തിന്നുമ്പളേ നല്ല കറുകറുന്നെ കടിച്ചു തന്നെ. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോവാം.
പിന്നെ നോക്കിയേ, ഈ വാഴ നമുക്ക് ഓർമ്മയില്ലേ, നമ്മൾ വാഴക്കന്ന് കൊണ്ടുവരുന്നത് വിഷായിട്ട് മേടിച്ചു പോകണം എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടെണ്ണത്ത് നമ്മൾ കാട്ടിട്ടിട്ട് നോക്കി അവരൊക്കെ ഇതേ കൂമ്പെടുത്തുട്ടാ. നല്ല രസമായി വന്നിട്ടുണ്ട്. ഈ ഒരു വെണ്ട എന്ന് പറയണത് ആനക്കൊമ്പ വെണ്ട എന്ന് പറയും. ഭയങ്കര വലുപ്പമായിരിക്കും ഈ വെണ്ടയും ഉണ്ടാവണ കായ. എന്താ പറയാ, ഒരു വർഷമൊക്കെ നന്നായി നിൽക്കും. പൊട്ടിക്കാൻ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു വെണ്ടയായിട്ടത്. അപ്പൊ നമുക്ക് കിട്ടിയപ്പോ ഇനി ഞാനുണ്ടല്ലോ നമ്മുടെ കുരുമുളക്, അതായത് വളർന്ന് നിൽക്കുന്ന കുരുമുളകിൽ നിന്നിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് വേരുകള് പിടിപ്പിക്കണേന്നുള്ള ഉള്ളതുണ്ടല്ലോ അത് കാണിച്ചു തരാം കേട്ടാ. ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മളിങ്ങനെ ചട്ടിയിൽ മണ്ണെടുക്കുക, അതല്ലെങ്കിൽ കവറിൽ മണ്ണെടുക്കുക. നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാണ് ഇത് കുഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതേപോലെ കുരുമുളക് പോലെ ഇങ്ങനെ പടർന്ന് കണ്ട നല്ല വേരൊക്കെ പിടിച്ചിട്ടുള്ള നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുള്ള ഒരു കുരുമുളക് തൈയാട്ടത്. അപ്പൊ ഇങ്ങനെ വേര് പിടിച്ച് നിൽക്കണ തൈയുടെ ഇതേപോലെ ചട്ടിയിൽ മണ്ണെടുത്തിട്ട് ഈ വേര് ഭാഗം ഉണ്ടല്ലോ അത് ഇതില് മുട്ടിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. ആ വേര് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കുക. ഇവിടെയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ തന്നെ എവിടെയാണെങ്കിൽ വെച്ചാൽ മതി, പെട്ടെന്ന് നമുക്കത് പൊടിച്ച് കിട്ടൂട്ടാ. അതായത് ഇങ്ങനെ ചട്ടിയിൽ വളർന്നു നിൽക്കുന്ന തൈകളിൽ നിന്നിട്ട് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ വേര് പിടിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതേപോലെ ചെയ്യാൻ പറ്റൂട്ടോ. അപ്പൊ കുരുമുളക് വള്ളി എന്നല്ല, വേറെ ഏത് സാധനം അതേപോലെ നമുക്ക് അതിന്റെ തണ്ടുമെന്ന് നേരെ പിടിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ. അപ്പൊ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.